ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിൻ്റെ ക്രൂരമായ മനസ്സറിഞ്ഞ് ഞെട്ടി പോലീസ്. കൊലപാതകം നടന്നതിന് പിന്നാലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എങ്കിലും വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉൾപ്പെടെ നടത്താനായിട്ടില്ല. പ്രതിയുടെ മുൻപത്തെ ക്രിമിനൽ വിവരങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. പ്രാഥമികമായി പ്രതി കുറ്റം സമ്മതിച്ചു. ബൈക്കിൽ സിഗരറ്റ് വലിച്ച് ഹെൽമറ്റ് വയ്ക്കാതെ സിനിമാ സ്റ്റൈലിൽ പോവുകയായിരുന്ന പ്രതിയെ സംശയം തോന്നി പോലീസ് തടഞ്ഞുവെച്ചു. സിഗരറ്റ് വലിച്ച് വണ്ടി ഓടിക്കുന്നതും ഹെൽമറ്റില്ലായ്മയും പോലീസ് ചോദ്യമുയർത്തി. ഇതിനിടെ താൻ 4 പേരെ കൊന്നിട്ട് വരികയാണ്, പിന്നെയല്ലേ ഇതെല്ലാമെന്ന് കൂളായി പ്രതി ചോദിച്ചു. അങ്ങനെ സംശയം തോന്നി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളും. ഇതിൻ്റെയെല്ലാം പിന്നിൽ സിനിമയുടെ സ്വാധീനമുണ്ടാകാമെന്ന സാമൂഹിക നിരീക്ഷണം ശക്തമാണ്. ഈയിടെ കേരളത്തിൽ തരംഗമായ മാർക്കോയുടെ സ്വാധീനം ഋതുവിൽ ഉണ്ടെന്നാണ് വിലയിരുത്തലുകൾ. ബോളിവുഡിൽ സൂപ്പർ ഹിറ്റായ കിൽ സിനിമ മുൻപോട്ട് വെച്ചത് സമാനതകളില്ലാത്ത ക്രൈമായിരുന്നു. ഇതേ പാറ്റേണിലാണ് മലയാളത്തിലെ മാർക്കോയെയും വിലയിരുത്തിയത്. ഇത്തരം സിനിമകളെ സിനിമകളായി കാണുന്ന സാമൂഹിക സാഹചര്യ അനിവാര്യതയാണ് ഈ കേസ് ചർച്ചയാക്കുന്നത്. പണം ഞങ്ങൾ തരും. ഉണ്ണി മുകുന്ദന്റെ 100 കോടി ചിത്രമാണ് മാർക്കോ. എല്ലാ പരിധിയും വിടുന്ന ആക്രമ ദൃശ്യങ്ങളാണ് സിനിമയിലുള്ളത്. സിനിമയിലെ വില്ലൻ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നു. തൻ്റെ കുടുംബത്തെ കളിയാക്കി എന്ന ന്യായീകരണത്തിലാണ് ഇത്. ഇതിനെ തുടർന്നുള്ള പ്രതികാരമാണ് മാർക്കോ. ഇവിടെ ചേന്നമംഗലത്തും വില്ലൻ നൽകുന്നത് സമാന കുറ്റസമ്മത മൊഴിയാണ്. സഹോദരിയെ കളിയാക്കിയതിന് ബൈക്കിൻ്റെ ഷോക്ക് അബ്സോറുമായി വന്ന് കൊല. മയക്കുമരുന്നോ ലഹരിയോ ഒന്നും ഇയാൾ ഉപയോഗിച്ചില്ലെന്നും പോലീസ് പറയുന്നു. പിന്നെ എങ്ങനെ ഇത്ര ക്രൂരമായി 4 പേരെ കൈകാര്യം ചെയ്തുവെന്നതാണ് ഞെട്ടലാകുന്നത്. അടികൊണ്ട ഒരാൾ വെന്റിലേറ്ററിലും. ആലുവ സബ് ജയിലിൽ എത്തിച്ച ശേഷവും പ്രതി യാതൊരു കൂസലും ഇല്ലാതെയാണ് പെരുമാറുന്നതെന്ന് ജയിൽ അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. ഈ കൂസലില്ലായ്മയിൽ എല്ലാവരും ഞെട്ടുകയാണ്. മുൻപ് മാനസിക രോഗവാദത്തിൽ പല കേസുകളിലും നിന്ന് ഊരിയ ചരിത്രവും പ്രതിക്കുണ്ട്. എന്നാൽ മാനസിക രോഗമൊന്നുമില്ലെന്ന് പോലീസ് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇത്തരം വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളാണ് ചെറിയ കുറ്റവാളികളെ കൊടും ക്രിമിനലുകളാക്കി മാറ്റുന്നതെന്നാണ് വസ്തുത. ചേന്നമംഗലം പേരേപ്പാടത്ത് ദമ്പതികളെയും മകളെയും വീട്ടിൽ കയറി ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചു കൊന്ന കേസിലെ മുഖ്യപ്രതി ചേന്നമംഗലം കണിയാപ്പറമ്പിൽ ഋതു കുറ്റം സമ്മതിച്ചത് ഒരു ഭാവഭേദവുമില്ലാതെയാണ്. വ്യാഴം വൈകിട്ട് 6:30 പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഉഷ, മകൾ വിനീഷ എന്നിവരെ ഋതു തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. വിനീഷയുടെ ഭർത്താവ് ജിതിന് ഗുരുതര പരിക്കേറ്റു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 പേരുടെയും മൃതദേഹം കൊല്ലപ്പെട്ട ഉഷയുടെ സഹോദരി കുമാരിയുടെ കരിമ്പാറം മണത്തറ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മുരിക്കുംപാടം ശ്മശാനത്തിൽ സംസ്കരിച്ചു. ഋതുവിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പറഞ്ഞു. എവിടെയും ചികിത്സ തേടിയിട്ടില്ല. പ്രതി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട്. ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു. ഋതു ആദ്യം ആക്രമിച്ചത് വിനീഷയെയാണ്. ഇതിന് പിന്നാലെ വേണുവിനെയും ഉഷയെയും ആക്രമിച്ചു. ഒടുവിലാണ് ജിതിൻ്റെ തലയ്ക്കടിച്ചത്. കൊല്ലപ്പെട്ട 3 പേർക്കും മുഖത്തും തലയിലുമാണ് പരിക്കുകൾ. കഴുത്തിന് താഴെ കാര്യമായ പരിക്കുകളില്ല. വേണുവിൻ്റെ തലയിൽ 6ഉം വിനീഷയുടെ തലയിൽ 4ഉം ഉഷയുടെ തലയിൽ 3ഉം മുറിവുണ്ട്. 8 സെൻറ്റിമീറ്റർ വരെ നീളത്തിലുള്ള മുറിവുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. ജിതിനെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി. നിലവിൽ വെന്റിലേറ്ററിലാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.